നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വേടൻ ഇപ്പോൾ എവിടെ? വേടന് എന്ത് സംഭവിച്ചു? വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങളോട് ഒരു എളിയ അഭ്യർത്ഥന. നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി വിഷയത്തിലേക്ക് കിടക്കാം. വേടൻ ഇപ്പോൾ എവിടെ? വേടന് എന്ത് സംഭവിച്ചു? നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ആളും ആരവും ഒക്കെയായി കേരളക്കരയെ, പ്രത്യേകിച്ച് യുവജനതയെ ഇളക്കി മറിച്ചുകയായിരുന്നു വേടൻ്റെ പാട്ടുകളും പ്രോഗ്രാമുകളും. ഒരു സൂപ്പർ സ്റ്റാർ നടന്ന് കിട്ടുന്നതിനേക്കാൾ പരിഗണന വേടൻ്റെ പാട്ടുകൾക്ക് പ്രോഗ്രാമുകൾക്ക് കിട്ടിയിരുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തിന്? വേടൻ്റെ ഒരു വാക്കിന് മന്ത്രിസഭയെ പോലും വലിച്ചിടുവാൻ പോകുന്ന പവർ വന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ വേടനാണ് ഇപ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത്. ഇപ്പോൾ വേടനെക്കുറിച്ച് ഒന്നും കേൾക്കുവാനില്ല. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇപ്പോൾ വേടനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. പവർഫുള്ളായി നിന്നിരുന്ന ഒരു സെലിബ്രിറ്റി പെട്ടെന്ന് താഴേക്ക് വലിച്ചെറിയപ്പെടുക അത്ഭുതകരമായ കാര്യമാണ്, അല്ലേ? ഒരു ലേഡി ഡോക്ടർ വേടനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വരിക. തനിക്ക് വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു എന്നതാണ് ലേഡി ഡോക്ടറുടെ പരാതി. സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു ലേഡി ഡോക്ടർ വേടനെ പോലെ ഒരാളെ പ്രണയിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പെൺകുട്ടിക്ക് കാണുമ്പോൾ തന്നെ പ്രണയം തോന്നുന്ന രൂപ സൗകുമാര്യമല്ല വേടൻ്റേത്. വെറും ഒരു വാക്കിൻ്റെ പേരിൽ തൻ്റെ ചാരിത്രം യാതൊരു ഭയാശങ്കകളുമില്ലാതെ കൊടുത്തതിന് ശേഷം തന്നെ പീഡിപ്പിച്ച് എന്ന് പറഞ്ഞ് രംഗത്ത് വരിക എന്തൊരു വിരോധാഭാസമാണ്, അല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല, എന്ത് തേങ്ങ കണ്ടിട്ടാണ് ഈ പെൺകുട്ടികൾ വേടനെ ഇങ്ങനെ പ്രണയിക്കുന്നത്? അറിയപ്പെടുന്ന ഒരു സിനിമാ നടൻ മുതലേക്കാൾ ആരാധക വൃന്ദമാണ് വേടൻ. ഏതായാലും ഒന്നും പറയാതെ വയ്യ. എല്ലാവരെയും ആകർഷിക്കുന്ന എന്തോ ഒരു കാന്തിക ശക്തി വേടനും വേടൻ്റെ പാട്ടുകൾക്കുമുണ്ട്. ഒരു ജനസമൂഹത്തെ ഇളക്കി മറിച്ച ഒരു റാപ്പ് ഗായകൻ പൊടുന്നനെ അപ്രത്യക്ഷനാകണമെങ്കിൽ അതിനു പിന്നിൽ ശക്തമായ ഒരു ഡോബി കളിച്ചിരുന്നത് വ്യക്തമാണ്. വളരെ ശോചനീയമായ ഒരവസ്ഥയിൽ നിന്നും പൊന്തി വന്നവനാണ് വേടൻ. അവൻ്റെ ഉയർച്ച നമ്മുടെ ഫ്യൂഡൽ പ്രമാണിമാർക്ക് ഉൾക്കൊള്ളണമെന്നില്ല. മലയാള സിനിമയുടെ അവസ്ഥ തന്നെ എടുക്കാം. എല്ലാവർക്കും ഭീഷണിയായി പെട്ടെന്ന് പൊന്തി വന്ന നടൻ ഉണ്ണി മുകുന്ദൻ. മാർക്കോ പോലെ പ്രേക്ഷകരെ ഇളക്കി മറിച്ച 100 കോടി ക്ലബിൽ ഇടം നേടിയ ഒരു ചിത്രശേഷം ഉണ്ണി മുകുന്ദന് എത്ര ചിത്രങ്ങൾ കിട്ടിയെന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പൃഥ്വിരാജിനും ഇതുപോലെ ഒരവസ്ഥ വന്നിരുന്നു. പക്ഷേ പൃഥ്വിരാജിന് ശക്തമായ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അവഗണിച്ച് പിടിച്ചു നിന്നു എന്ന് മാത്രം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ നടൻ അബു സലീമിൻ്റെ വയനാട്ടിലുള്ള ഹോട്ടലിൽ വെച്ച് ഞാൻ വേടനെ കണ്ടു. വേടനുമായി ഒരു 10-15 മിനിറ്റ് നേരെ സംസാരിച്ചപ്പോൾ വേടൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ചേട്ടാ, എൻ്റെ ഭാഗത്തും ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. വളരെ താഴേക്കടിയിൽ നിന്ന് പൊന്തി വന്ന് രാജ്യതുല്യമായ ഒരു പദവി വന്നപ്പോൾ നല്ലതേത് ചീത്തയേത് എന്ന് ചിന്തിക്കാനാവാത്ത അവസ്ഥ വന്നു. പ്രലോഭനങ്ങളിൽ പലതിലും അറിയാതെ വീണുപോയിട്ടുണ്ട്. പലതും അഴിയാക്കുരുക്കളിലേക്ക് വീണു പോകുമ്പോഴാണ് ചതി മനസ്സിലാകുന്നത്.
നമ്മളെ അടിച്ചമർത്താൻ തക്കം പാർത്തിരിക്കുന്നവർ ഇതൊരു അവസരമായി കരുതുകയും കണക്കാക്കുകയും ചെയ്യും. ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് ചെയ്യണം. അടുത്ത് തന്നെ ഞെട്ടിക്കുന്ന ഒരു പ്രോഗ്രാമുമായി തിരിച്ചു വരിക തന്നെ ചെയ്യും. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. വേടൻ പറഞ്ഞു നിർത്തി. നമ്മുടെ കലാഭവൻ മണിക്ക് വന്നതുപോലെ വേടന് സംഭവിക്കാതിരുന്നാൽ നന്ദി. ചുറ്റുമുള്ള ഉപജാപ ബന്ധങ്ങളെ അകറ്റി നിർത്തി സ്വന്തമായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. വേടൻ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. ഓക്കെ, നിർത്തുന്നു. നന്ദി, നമസ്കാരം.